യൂറോപ്പിൽ നിന്ന് ഒരു വലിയ സാമ്പത്തിക വിപ്ലവത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. 2026 ജനുവരി 1-ന് ലോകം പുതുവർഷം ആഘോഷിക്കുമ്പോൾ ബൾഗേറിയ എന്ന രാജ്യം ആഘോഷിക്കുന്നത് തങ്ങളുടെ പുതിയ കറൻസിയെ കൂടിയാണ്. അതായത് ഈ പുതുവർഷം മുതൽ ബൾഗേറിയ എന്ന രാജ്യം തങ്ങളുടെ ഔദ്യോഗിക കറൻസിയായ ലെവ് ഉപേക്ഷിച്ച് യൂറോ സ്വീകരിക്കുകയാണ്. ഏതാണ്ട് 140 വർഷത്തിലേറെ ബൾഗേറിയയുടെ അടയാളമായിരുന്ന ലെവ് എന്ന കറൻസി ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. പകരം യൂറോപ്പിലെ പവർഫുൾ കറൻസിയായ യൂറോ ബൾഗേറിയ ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഒരു മാറ്റം കേവലം ഒരു പണം മാറലല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയൊരു ഷിഫ്റ്റാണ്. യൂറോ സോണിലെ 21ാമത്തെ അംഗമായി ബൾഗേറിയ മാറുമ്പോൾ അവിടെ സന്തോഷവും ആശങ്കയും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചെറിയ രാജ്യം തങ്ങളുടെ കറൻസി മാറ്റുന്നത്? ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും പരിശോധിക്കാം. നമുക്കാദ്യം ഈ ഒരു കറൻസിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. ബൾഗേറിയൻ കറൻസിയുടെ പേര് ലെവ് എന്നാണ്. ബൾഗേറിയൻ ഭാഷയിൽ ഇതിന്റെ അർത്ഥം ലയൺ, സിംഹം എന്നാണ്. 1880-ലാണ് ആദ്യമായി ലെവ് അവതരിപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ പല യുദ്ധങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഈ കറൻസി സാക്ഷ്യം വഹിച്ചു. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജർമ്മൻ കറൻസിയോടും പിന്നീട് സോവിയറ്റ് റൂബിളിനോടും ഈ ഒരു കറൻസി ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ 1990-കളിൽ ബൾഗേറിയ വലിയൊരു സാമ്പത്തിക തകർച്ച നേരിട്ടു. പണത്തിന് വിലയില്ലാത്ത അവസ്ഥ അന്ന് വന്നു. അങ്ങനെ അന്ന് രാജ്യം രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തി. തങ്ങളുടെ കറൻസിയെ ജർമ്മൻ കറൻസിയായ ഡോയ്ഷെ മാർക്കുമായി ഫിക്സ് ചെയ്തു. പിന്നീട് യൂറോ വന്നപ്പോൾ ലെവ് യൂറോയുമായി ബന്ധിപ്പിക്കപ്പെട്ടു. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബൾഗേറിയൻ ലെവ് യൂറോയുടെ ഒരു നിഴൽ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ആ നിഴൽ മാറി അവർ നേരിട്ട് യൂറോയുടെ ഭാഗമായി മാറുകയാണ്. ബൾഗേറിയ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നിട്ട് ഏതാണ്ട് 20 വർഷമാകാൻ പോവുകയാണ്. ഇത്രയും കാലം അവർ സ്വന്തം കറൻസിയായ ബൾഗേറിയൻ ലെവ് ആണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഗ്ലോബൽ ക്ലബിന്റെ ഭാഗമാകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യൂറോപ്പിലെ വമ്പൻ സാമ്പത്തിക ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഉപയോഗിക്കുന്ന അതേ കറൻസി ഇനി ബൾഗേറിയയിലേക്കും ഉപയോഗിക്കാം. ഇത് ബിസിനസ്സുകാർക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം കറൻസി എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഫീസും സമയവും ലാഭിക്കാം. പക്ഷെ എല്ലാം അത്ര സ്മൂത്ത് ആണെന്ന് വിചാരിക്കേണ്ട. ബൾഗേറിയയിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിവാദങ്ങളും നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്നാമതായി വിലക്കയറ്റ ഭീതിയാണ്. ബൾഗേറിയൻ ജനതയുടെ ഏറ്റവും വലിയ പേടി യൂറോ വരുമ്പോൾ സാധനങ്ങളുടെ വില കൂടുമോ എന്നതാണ്. ഉദാഹരണത്തിന് ഒരു ലെവ് വിലയുള്ള സാധനത്തിന് 1 യൂറോ എന്ന് റൗണ്ട് ഓഫ് ചെയ്താൽ വില ഇരട്ടിയാകും. നിലവിൽ തന്നെ ഉയർന്ന ഇൻഫ്ലേഷൻ നേരിടുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ. അപ്പോൾ അതൊരു വലിയ പേടി തന്നെയാണ്. അടുത്തത് ലോസ് ഓഫ് നാഷണൽ ഐഡന്റിറ്റിയാണ്. ലെവ് എന്നത് കേവലം ഒരു പണമല്ല, അത് ബൾഗേറിയയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. 1881 മുതൽ ഉപയോഗിക്കുന്ന ഈ കറൻസി ഒഴിവാക്കുന്നത് രാജ്യത്തിന്റെ സുവർണിറ്റി, പരമാധികാരം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. മൂന്നാമതായി പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ രാഷ്ട്രീയ അസ്ഥിരതയുണ്ട്. റഷ്യൻ അനുകൂല പാർട്ടികൾ യൂറോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു രാജ്യം യൂറോ സോണിൽ കയറുന്നത് എന്നറിയാമോ? അതിന് മാസ്ട്രിക്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ചില നിബന്ധനകൾ പാലിക്കണം. യൂറോ സ്വീകരിക്കുന്നതിന് യോഗ്യത നേടുന്നതിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കായുള്ള മാസ്ട്രിക്റ്റ് ഉടമ്പടി സ്ഥാപിച്ച 5 സാമ്പത്തിക മാനദണ്ഡങ്ങളാണ് മാസ്ട്രിക്റ്റ് മാനദണ്ഡം. ബജറ്റ് കമ്മിറ്റി 3% താഴെയാകണം, കടബാധ്യതകൾ നിയന്ത്രണത്തിലാകണം, വിലക്കയറ്റം നിശ്ചിത പരിധിയിൽ താഴെയാകണം. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബൾഗേറിയ ഈ മാനദണ്ഡങ്ങൾ മറികടന്നത്. 1 യൂറോ എന്ന് പറയുന്നത് ഇപ്പോൾ 1.9553 ബൾഗേറിയൻ ലെവ എന്ന ഫിക്സ്ഡ് റേറ്റിലാണ് ഇപ്പോൾ മാറ്റം സംഭവിക്കുന്നത്. ഇന്നു മുതൽ ഒരു മാസത്തേക്ക് കടകളിൽ 2 കറൻസിയും ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ പഴയ ലെവ് ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സാധനങ്ങൾ വാങ്ങാം. പക്ഷെ കടക്കാരൻ ബാക്കി തരുന്നത് യൂറോയിലായിരിക്കുമെന്ന് മാത്രം. ജനുവരി അവസാനം കഴിയുന്നതോടെ ലെവ് പൂർണ്ണമായും വിപണിയിൽ നിന്ന് പിൻവാങ്ങും. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വില വിവര പട്ടികയിൽ 2 കറൻസികളിലും തുക രേഖപ്പെടുത്തണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോൾ എല്ലാവരും ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ബൾഗേറിയൻസ് ആർ ആക്ച്വലി ഡിവൈഡഡ്. അതായത് രാജ്യത്തെ പകുതിയോളം പേർ ഈ മാറ്റത്തെ എതിർക്കുകയാണ്. അതിനും പ്രധാനമായും 3 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, പ്രൈസ് ഹൈക്ക് ഫിയർ. അതായത് ഹോട്ടലുകളിലും കടകളിലും സാധനങ്ങളുടെ വില റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ പാവപ്പെട്ടവർക്ക് അത് വലിയ ബാധ്യതയാകും. ഉദാഹരണത്തിന് 1.80 ലെവുള്ള ഒരു കാപ്പിക്ക് 1 യൂറോ ആക്കിയാൽ വില കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഹിഡൻ ഇൻഫ്ലേഷൻ എന്നാണ് വിദഗ്ധർ വിളിക്കുന്നത്. രണ്ടാമത്തേത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ലെവ് എന്നാൽ അവർക്ക് സിംഹമാണ്, രാജ്യത്തിന്റെ അഭിമാനമാണ്, ഐഡന്റിറ്റിയാണ്. അപ്പോൾ ഇതിങ്ങനെ മാറ്റുന്നത് തങ്ങളുടെ ഐഡന്റിറ്റി പണയം വെക്കുന്നതിന് തുല്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്.
മൂന്നാമത്തേത് പൊളിറ്റിക്കൽ കയോസ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 8 തിരഞ്ഞെടുപ്പുകൾ നടന്ന രാജ്യമാണ് ബൾഗേറിയ. ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിൽ കറൻസി മാറുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. പക്ഷേ സർക്കാർ പറയുന്നത് മറ്റൊരു കഥയാണ്. യൂറോ വരുന്നതോടെ ബൾഗേറിയയിലേക്ക് കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എത്തുമെന്ന് പറയുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് ലഭിക്കും. കാരണം യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക് പണം മാറ്റേണ്ടി വരില്ല. കൂടാതെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് രാജ്യം കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്നും പറയുന്നു. ചുരുക്കത്തിൽ ബൾഗേറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു റിസ്കിനും അതേസമയം വലിയൊരു അവസരത്തിനുമാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. സിംഹത്തിന്റെ കരുത്തുള്ള ലെവ് പിൻവാങ്ങുമ്പോൾ യൂറോപ്പിന്റെ പൊതു കറൻസി ബൾഗേറിയയെ എങ്ങോട്ട് നയിക്കും? എന്തായാലും ബൾഗേറിയ ഒരു സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണോ അതോ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ എന്ന് വരും മാസങ്ങളിൽ അറിയാം. ഏതായാലും യൂറോപ്പിലെ 21 രാജ്യങ്ങൾ ഒരേ കറൻസി ഉപയോഗിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റം തന്നെയാണ്.